elements and alkyl earth metals belong to S block in the periodic table. The elements of group 1 and 2 അവർ വിളിക്കുന്ന S block എന്നാണ്. കാരണം last electron goes to S substitution. Clear? Name the process used for the industrial preparation of sodium carbonate. സോഡിയം കാർബണേറ്റ് നിർമ്മിക്കാനുള്ള മാർഗത്തിന്റെ പേര് എന്താണ്? ഇപ്പൊ 3 പ്രാവശ്യം പറഞ്ഞു, സോൾവേ പ്രോസസ് എന്നാണ്. എന്താണ് വിളിക്കുന്നത്? സോൾവേ പ്രോസസ് എന്നാണ്. ഒരു മാർക്ക്. The above mentioned method is not suitable for the preparation of potassium carbonate. Give the reason. പറഞ്ഞുതരാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അപ്പൊ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇതിവിടെ ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ അല്ല, ഞാൻ ഇത് വലുതായിട്ട് പറഞ്ഞു തരാണ്. അപ്പോ അതിൽ വരും ഏത്? പൊട്ടാസ്യം കാർബണേറ്റ് എങ്ങനെ എന്തുകൊണ്ട് നിർമ്മിക്കാൻ സാധിക്കില്ല. ക്ലിയർ? അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു മാർക്കിന്റെ ക്വസ്റ്റിന് ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ, സോൾവേ പ്രോസസ് എഴുതിയാൽ മാത്രം മതി. ക്ലിയർ? ഇനി ഇത് പരീക്ഷയ്ക്ക് 2 മാർക്കും 3 മാർക്കും ഒക്കെ ആയിട്ട് ചോദിക്കാം. അന്നേരം എഴുതേണ്ടതാണ് ഇങ്ങനെ. ഈ സോൾവേ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് എഴുതണം കേട്ടോ. റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ആരൊക്കെയാണെന്നറിയാമോ? ഇങ്ങനെയാണ്. NaCl സൊല്യൂഷൻ. NaCl സൊല്യൂഷൻ ആണ് ഒന്ന്. വിളിക്കുന്ന പേര് ബ്രൈൻ എന്നാണ് കേട്ടോ. ബ്രൈൻ സൊല്യൂഷൻ ആണ്. പിന്നെ അമോണിയ വേണം കേട്ടോ. അമോണിയ വേണം. പിന്നെ സോഡിയം ക്ലോറൈഡ്, അമോണിയ, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വേണ്ടത്. സോഡിയം ക്ലോറൈഡ്, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ കാൽസ്യം ഹൈഡ്രോക്സൈഡും കൂടി വേണം. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. റോ മെറ്റീരിയൽസ് എന്താണ്? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആണ്, എഴുതിയെങ്കിലും കുഴപ്പമില്ല. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അറിയപ്പെടുന്നത് ബ്രൈൻ സൊല്യൂഷൻ എന്നാണ്. അമോണിയ വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, കാൽസ്യം ഹൈഡ്രോക്സൈഡ് വേണം. ക്ലിയർ? ഇനി ആദ്യ സ്റ്റെപ്പില് ഈ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അമോണിയ ഡിസോൾവ് ചെയ്യുന്നു. ക്ലിയർ? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് അമോണിയ ഡിസോൾവ് ചെയ്യുന്നു. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യുന്നു. അപ്പോ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും ആഡ് ചെയ്യാണ്. ക്ലിയർ? അന്നേരം നടക്കുന്ന പ്രോസസ്സുകൾ അപ്പൊ ഇത് മൂന്നുമാണ് ആദ്യം റിയാക്ട് ചെയ്യുന്നത്. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്. ആദ്യ സ്റ്റെപ്പില് അമോണിയ, NH3, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഈ 3 പേരും കൂടി റിയാക്ട് ചെയ്യും. എന്നിട്ട് അത് NH4 ടോയ്സ് CO3 ആയിട്ട് മാറും. എന്ന് വെച്ചാൽ അമോണിയം കാർബണേറ്റ് ആയിട്ട് മാറും. അതായിട്ട് മാറും, അമോണിയം കാർബണേറ്റ് ആയിട്ട് മാറും. അപ്പൊ 2NH3 വേണം. ക്ലിയർ? അമോണിയം കാർബണേറ്റ് ഉണ്ടാകും ആദ്യ സ്റ്റെപ്പിൽ. ലിക്വിഡ് ആണ്, അവിടെ ലയിച്ചു കിടക്കും. ക്ലിയർ? അടുത്ത സ്റ്റെപ്പില് ഈ അമോണിയം കാർബണേറ്റ് NH4 ടോയ്സ് CO3, അമോണിയം കാർബണേറ്റ് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യും. അത് അമോണിയം ബൈകാർബണേറ്റ് NH4HCO3 ആയിട്ട് മാറും. അമോണിയം ബൈകാർബണേറ്റ് ഇതായിട്ട് മാറി അമോണിയം ബൈകാർബണേറ്റ് ആയിട്ട് മാറി. അപ്പൊ അമോണിയം കാർബണേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്തു, അമോണിയം ബൈകാർബണേറ്റ് ആയിട്ട് മാറി. രണ്ടാം സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പില് ഈ അമോണിയം ബൈകാർബണേറ്റ് NH4HCO3 ആണ് അമോണിയം ബൈകാർബണേറ്റ്. ഈ അമോണിയം ബൈകാർബണേറ്റ് NaCl റിയാക്ട് ചെയ്യും. എന്നിട്ടത് NaHCO3 ആയിട്ട് മാറി പ്ലസ് NH4Cl എന്നാവും. NH4Cl വെള്ളത്തിൽ ലയിക്കുന്നതാണ്, അവിടെ ഡിസോൾവ് ചെയ്യും. പക്ഷേ സോഡിയം ബൈകാർബണേറ്റ് വെള്ളത്തിൽ ലയിക്കില്ല, ഇത് സോളിഡ് ആയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ സോഡിയം ബൈകാർബണേറ്റ് സോളിഡ് ആണ്, അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ക്ലിയർ ആവണ്ടോ? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഈ 3 പേരും കമ്പൈൻ ചെയ്യുന്നു, അമോണിയം കാർബണേറ്റ് ആയിട്ട് മാറും. ദെൻ അമോണിയം കാർബണേറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വീണ്ടും റിയാക്ട് ചെയ്യുന്നു, അമോണിയം ബൈകാർബണേറ്റ് ആയിട്ട് മാറുന്നു. അമോണിയം ബൈകാർബണേറ്റ് NaCl റിയാക്ട് ചെയ്തു, അത് സോഡിയം ബൈകാർബണേറ്റും അമോണിയം ക്ലോറൈഡുമായിട്ട് മാറും. അമോണിയം ക്ലോറൈഡ് വെള്ളത്തിൽ ലയിച്ചു കിടക്കും. ക്ലിയർ? ഇനിയോ സോഡിയം ബൈകാർബണേറ്റ് സോളിഡ് ആണ്, അതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അവിടെ കിടക്കും, അതിനെ നമ്മൾ അരിച്ചു മാറ്റിയെടുക്കും. ഇനി എന്തുകൊണ്ട് പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം കാർബണേറ്റ് നിർമ്മിക്കാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഇതുപോലെ ഉണ്ടാകും. അതായത് NaCl വരെ KCl ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ പൊട്ടാസ്യം ബൈകാർബണേറ്റ് ആണ് ഉണ്ടാവുന്നത്. പൊട്ടാസ്യം ബൈകാർബണേറ്റ് സോളിഡ് അല്ല, അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. ഈ അമോണിയം ക്ലോറൈഡ് കിടക്കുന്നവരെ ഡിസോൾവ് ചെയ്ത് കിടക്കുള്ളൂ. അപ്പൊ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് എന്ത് നിർമ്മിക്കാൻ സാധിക്കാത്തത്? പൊട്ടാസ്യം കാർബണേറ്റ് സോൾവേ പ്രോസസ് വഴി നിർമ്മിക്കാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ്. മനസ്സിലായല്ലോ? റീസൺ മനസ്സിലായോ? ഇവിടെ സോഡിയം ബൈകാർബണേറ്റ് സോളിഡ് ആയതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നു. പ്രസിപ്പിറ്റേറ്റിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ സാധിക്കുന്നു. ക്ലിയർ? ബട്ട് പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. പൊട്ടാസ്യം ബൈകാർബണേറ്റ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നു. സോ ഇറ്റ് കനോട്ട് ബി ഫിൽറ്റേഡ്.
ഫിൽറ്റേഡ് ഔട്ട്. അതിനെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് മാറ്റാൻ സാധിക്കില്ല. അതാണ് കാരണം. മനസ്സിലായത്? അപ്പൊ അതുകൊണ്ട് നമ്മുടെ രണ്ടാമത്തെ ആൻസർ ആയി. ഓക്കെ, ഇനി ഇതിന്റെ ബാക്കി പ്രോസസ് പറയാം. സോഡിയം കാർബണേറ്റ് സോളിഡ് ആണ്, നമ്മൾ എന്ത് ചെയ്തു? ഫിൽറ്റർ ചെയ്തെടുത്തു, പ്രിസിപ്പിറ്റേറ്റ് എടുത്തു. എന്നിട്ട് NaHCO3 നമ്മള് ശക്തിയായിട്ട് ഹീറ്റ് ചെയ്തു. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് Na2CO3യും CO2ഉം H2Oയുമായിട്ട് മാറും. കണ്ടോ? ഇങ്ങനെ സോഡിയം കാർബണേറ്റ് നമുക്ക് കിട്ടും. CO2 H2O വേപ്പറായിട്ട് പോകും. കണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും വേപ്പറായിട്ട് പോകും. ബാക്കിയോ Na2CO3 സോളിഡ് ആയിട്ട് അവിടെ കിട്ടുന്നത്. മനസ്സിലായത്? ഇങ്ങനെയാണ് Na2CO3 നിർമ്മിക്കുന്ന സോൾവെന്റ് പ്രോസസ്. തീർന്നില്ല, ഒരു ചെറിയ കാര്യം കൂടി ഉണ്ട്. ഇവിടെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് നിൽക്കുന്നുണ്ടോ? അവൻ കൂടി ഇവിടെ റോ മെറ്റീരിയലാണ്. അപ്പൊ ഈ സൊല്യൂഷനിന് ബാക്കിയുള്ളത് അരിച്ചു മാറ്റി വെള്ളം കളഞ്ഞിട്ടില്ല. ആ അരിച്ചു മാറ്റി പ്രസിപ്പിറ്റേറ്റ് ഹീറ്റ് ചെയ്തപ്പോൾ സോഡിയം കാർബണേറ്റ് കിട്ടി. പക്ഷെ ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിലേക്ക് നമ്മൾ ആ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. ക്ലിയർ? ആ വെള്ളത്തിലേക്ക് മാറ്റിയാണ്. ഒന്നുകൂടെ പറയാം. അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ, അമോണിയം കാർബണേറ്റ്. അമോണിയം കാർബണേറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ, അമോണിയം ബൈകാർബണേറ്റ്. അമോണിയം ബൈകാർബണേറ്റ് NaCl, സോഡിയം ബൈകാർബണേറ്റ് സോളിഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു, അരിച്ചു മാറ്റി ഹീറ്റ് ചെയ്തപ്പോൾ സോഡിയം കാർബണേറ്റ് കിട്ടി. ഇനിയോ ഇവിടെ വാട്ടർ വേണ്ട കേട്ടോ. വാട്ടർ ഇല്ലാതെല്ലാം ബാലൻസ്ഡ് ആണ് കേട്ടോ. NH4 ഇല്ല, HCO3 വേണം. ഓക്കെ, കറക്റ്റ് ആണ്, ബാലൻസ്ഡ് ആണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? സോഡിയം കാർബണേറ്റ് കിട്ടി. ഇനി പൊട്ടാസ്യം കാർബണേറ്റ് നിർമ്മിക്കാൻ സാധിക്കാത്തത് സോഡിയം ബൈകാർബണേറ്റ് സോളിഡ് ആയതുകൊണ്ടാണ് മാറ്റാൻ പറ്റിയത്. പൊട്ടാസ്യം ബൈകാർബണേറ്റ് സോളിഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് റീസൺ. ഇനി ഇവിടെ എന്ത് ചെയ്തു? സോഡിയം കാർബണേറ്റ് നിർമ്മിച്ചു കഴിഞ്ഞു. പക്ഷെ ബാക്കിയിരിക്കുന്ന സൊല്യൂഷനിൽ അമോണിയം ക്ലോറൈഡ് കിടക്കുന്നുണ്ട്. അതിലേക്ക് അപ്പൊ ഈ അമോണിയം ക്ലോറൈഡ് കിടക്കുന്ന വെള്ളത്തിലേക്ക് NH4Cl ആണ് അമോണിയം ക്ലോറൈഡ്. അതിലേക്ക് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറും? കാൽസ്യം ക്ലോറൈഡ് ആയിട്ട് മാറും. ഇപ്പൊ ക്ലോറിൻ പോയി. പ്ലസ് 2NH3 അമോണിയ അവിടെ എന്ത് ചെയ്തു? എസ്കേപ്പ് ആയി. പ്ലസ് എന്താണ്? H2O വരും. കണ്ടോ? വാട്ടറും വരും. ഇങ്ങനെ അമോണിയ ഇവിടെ സെപ്പറേറ്റ് ചെയ്യും. ഈ അമോണിയ വീണ്ടും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സോൾവേർ പ്രോസസ്സിലെ റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാം. കണ്ടോ? അപ്പൊ അമോണിയ നഷ്ടം വരുന്നില്ല. അപ്പൊ അമോണിയനെ സെപ്പറേറ്റ് ചെയ്യിക്കാനാണ് ആര് യൂസ് ചെയ്യുന്നത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നത്. ഇതാണ് സോൾവേർ പ്രോസസ്. വേറെ ഉള്ളത്. അപ്പൊ അമോണിയ വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ വാട്ട് ഈസ് ദ റോൾ ഓഫ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്? എന്താണ്? റീക്രിയേഷൻ ഓഫ് അമോണിയ. അമോണിയ റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ആര്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, സിമ്പിൾ ആണ്. അടുത്തത് ഡ്രോ ദി ചെയിൻ സ്ട്രക്ചർ ഓഫ് ബെറിലിയം ക്ലോറൈഡ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഞാനിപ്പോ കാണിച്ചു തന്നു. ബെറിലിയം ക്ലോറൈഡ് BeCl ഇങ്ങനെ എഴുതുക. അടുത്ത BeCl, വീണ്ടും BeCl ഇങ്ങനെ എഴുതുക. ഈ Cl ബെറിലിയത്തിലെ കോഓർഡിനേറ്റ് ബോണ്ട്, ഇതും കോർഡിനേറ്റ് ബോണ്ട്, ബ്രിഡ്ജ് ബോണ്ട് എന്ന് പറയും. ഇത്ര ബോണ്ടിന്റെ പേരെന്താ? ബ്രിഡ്ജ് ബോണ്ട് എന്നാണ്. കേട്ടാ? ബോണ്ട് എന്താണ്? ബ്രിഡ്ജ് ബോണ്ടുകളാണ്. വീണ്ടും Cl ഇങ്ങട്, ഈ Cl ഇങ്ങട്, ഇവിടെ Cl ഇങ്ങട്, ഇവിടെ Cl ഇങ്ങട്. അതുകൊണ്ട് BeCl2 is a bridged polymer. BeCl2 is a bridged polymer ആണ്. ബ്രിഡ്ജ് ബോണ്ട് ഉള്ള പോളിമർ ആണ്. കേട്ടാ? ബ്രിഡ്ജ് പോളിമർ ആണ് ഏതിലെ? സോളിഡ് സ്റ്റേറ്റിൽ. ഓർത്തിരിക്കുക, ഇതാണ് ലീനിയർ സ്ട്രക്ചർ ഓഫ് ബെറിലിയം ക്ലോറൈഡ്. അടുത്തത് റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഷോയിങ് ദ പ്രിപ്പറേഷൻ ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഫ്രം ജിപ്സം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ജിപ്സത്തിൽ നിന്ന് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ജിപ്സം എന്ന് പറയുന്നത് CaSO4 2H2O ആണ്. ഈ ജിപ്സം എന്ന് പറയുന്നതാണ്. കേട്ടോ? ജിപ്സം എന്ന് പറയുന്നതാണ് CaSO4 2H2O ആണ്. ഈ ജിപ്സത്തെ 125 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 390 കെൽവിൻ ഓർത്തിരുന്നാലും മതി. 125 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 390 കെൽവിനിൽ ഹീറ്റ് ചെയ്യുക. അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു വെളുത്ത പൊടിയായിട്ട് മാറും. ആ പൊടി എന്ന് പറയുന്നത് CaSO4 half H2O എന്നായിരിക്കും ഫോർമുല. കണ്ടോ? അതായത് ഇതിൽ നിന്ന് 1.5 വാട്ടർ എസ്കേപ്പ് ആവും. കറക്റ്റ് ടെമ്പറേച്ചർ ആയിരിക്കണം. 1.5 വാട്ടർ എസ്കേപ്പ് ആവുന്നു. എന്നിട്ടോ CaSO4 half H2O എന്നായിട്ട് മാറുന്നു. ഈ വെളുത്ത പൊടിയുടെ പേരാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. കേട്ടോ? ഇതിന്റെ പേരാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. CaSO4 half H2O ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് നമ്മള് ഈ സ്റ്റാച്യൂസ് ഒക്കെ നിർമ്മിക്കാനും മോഡലുകളൊക്കെ നിർമ്മിക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നത്. മോൾഡ് അച്ഛനാണ്.
കേട്ടോ. ഓരോ സാധനത്തിന്റെ പ്രതിമകളുടെ ഒക്കെ അച്ച് നിർമ്മിക്കാനും പ്രതിമകൾ നിർമ്മിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് ഈ ആഭരണങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മോൾഡ് വേണം. അപ്പൊ ആ മോൾഡ് നിർമ്മിക്കാനും അതുപോലെ എന്താണ് സ്റ്റാച്യൂസ് നിർമ്മിക്കാനും ഉപയോഗിക്കുന്നത് ആരാണ്? ജിപ്സമാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ വെള്ളം ഒഴിച്ച് കുഴച്ച് കഴിയുമ്പോൾ അത് വീണ്ടും ജിപ്സം ആയിട്ട് മാറും. ജിപ്സം ആയിട്ട് മാറുമ്പോൾ ഹാർഡാവും, എക്സ്പാൻഡ് ചെയ്യും കൂടി. അതാണ് കാരണം. ജിപ്സമായി മാറി കഴിയുമ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തിരിച്ച് ജിപ്സമായിട്ട് മാറി കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് ഹാർഡാവുകയും ചെയ്യും, പിന്നെ എക്സ്പാൻഡ് ചെയ്യും കൂടി ചെയ്യും. അതാണ് കാരണം. ഓക്കെ അല്ലേ? ആ പ്രതിമകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാനുള്ള കാരണം അതാണ്. അപ്പൊ പ്രതിമയുടെ ആ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ, അത് മോൾഡിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കിട്ടും എന്നതിന് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ. ഇതാണ് സംഭവം. ഓക്കെ, അടുത്തത് അത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, fill in the blanks. The suspension of magnesium compound in water is used as an antacid. പറഞ്ഞിരുന്നു ഞാൻ ഏതാ? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് അന്റാസിഡ് ആയിട്ട് ഉപയോഗിക്കുക. വെള്ളത്തിൽ ലയിച്ചിട്ടില്ല, മുഴുവൻ ലയിച്ചിട്ടില്ല, ഭാഗികമായിട്ട് ലയിച്ചിരിക്കുന്ന മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്താണത്? അത് അന്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നു. പേര് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. എന്താണ് പേര്? മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നാണ്. ഓക്കെ, then a mixture of calcium oxide and soda NaOH is called. ഇത് പഠിച്ചിട്ട് ഓർഗാനിക് കെമിസ്ട്രിയില് കാൽസ്യം ഓക്സൈഡിന്റെയും സോഡിയം ഹൈഡ്രോക്സൈഡിന്റെയും കേട്ടോ മിക്സർ വിളിക്കുന്ന പേരെന്താ? സോഡ ലൈം എന്നാണ്. കേട്ടോ, എന്താ വിളിക്കുന്നത്? സോഡ ലൈം. അപ്പൊ അതിലൊരു എന്ത് തന്നിട്ടുണ്ട്? അതിലൊരു ഇത് തന്നിട്ടുണ്ട്. ഏതാ? ക്ലൂ വന്നിട്ടുണ്ട്. ക്യുക്ക് ലൈമിന് ലൈമും, സോഡ എന്നുള്ള കാസ്റ്റിക് സോഡയാണ്. സോഡ ലൈം. കേട്ടോ, സോഡ ലൈം എന്നാണ് എന്റെ പേര്. കേട്ടല്ലോ, കാൽസ്യം ഓക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് മിക്സർ സോഡ ലൈം ആണ്. യൂസ് ചെയ്യുന്ന എന്താ? ഡീകാർബോക്സിലേഷൻ ഓഫ് ആസിഡ് ആണ്. കേട്ടോ, ഡീകാർബോക്സിലേഷൻ ഓഫ് ആസിഡ്സ്. ആസിഡുകളുടെ ഡീകാർബോക്സിലേഷൻ യൂസ് ചെയ്യുന്ന ആളാണ്. ഓർത്തിരിക്കുക. When CO2 is passed through lime water, example ഉറപ്പ് ക്വസ്റ്റ്യനാണ്. When CO2 is passed through lime water, it turns milky. On passing excess CO2, the milky color disappears. അതായത് ആദ്യം ഈ ലൈം വാട്ടർ കളർലെസ് ആണ്. ഇങ്ങനെ എഴുതാം നമുക്ക്. ലൈം വാട്ടർ കളർലെസ് ആണ്. ലൈം വാട്ടർ കളർലെസ് ആയ ഒരാളാണ്. അപ്പൊ ലൈം വാട്ടർ ആണ്. ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ കളർലെസ് ആണ്. ക്ലിയർ? ഈ കളർലെസ് ആയ ലൈം വാട്ടറിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കടന്നു പോകുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? മിൽക്കി അപ്പിയറൻസ് ആവുന്നു, വൈറ്റ് ആവുന്നു. ഇതിലേക്ക് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് കടന്നു പോയി കഴിഞ്ഞാൽ ഇത് കളർലെസ് ആവും, വീണ്ടും കളർലെസ് ആവും. ഇനി ഗീവ് ദ കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ്. ഇതിലെ ഏതാണ് കെമിക്കൽ റിയാക്ഷൻസ് പറയാനാണ്. ഞാൻ കുറച്ചുകൂടെ പറയാണ്. ഈ കളർലെസ്സിനെ നമ്മളൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് മിൽക്കി ആവും. കേട്ടോ, ഓർത്തിരിക്കുക. അത് എക്സ്ട്രാ പറഞ്ഞാണ്. ഈ കളർലെസ് ആയി സൊല്യൂഷൻ വീണ്ടും ഹീറ്റ് ചെയ്താൽ മിൽക്കി ആയിട്ട് മാറും. കേട്ടോ, അതെന്തുകൊണ്ടാണ് പറയാൻ പോവാണ്. ലൈം വാട്ടർ എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ സൊല്യൂഷൻ വിളിക്കുന്ന പേരാണ്, വാട്ടറിലെ സൊല്യൂഷൻ ആണ് ലൈം വാട്ടർ. ഇനി ഈ ലൈം വാട്ടറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടന്നു പോയി കഴിഞ്ഞാൽ അത് കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറും. കാൽസ്യം കാർബണേറ്റ് സോളിഡ് ആണ്. താഴെ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് മിൽക്കി കളർ. അപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിട്ട് കടന്നു പോകുമ്പോൾ അത്രയും ഭാഗം അല്ലെങ്കിൽ ആ സൊല്യൂഷൻ മിൽക്കി ആവും. പതുക്കെ പതുക്കെ താഴെ അടിയുള്ളൂ. അപ്പോ മിൽക്കി കളർ വരാനുള്ള കാരണം എന്താണ്? CaCO3 ഫോർമേഷൻ ആണ്. അപ്പൊ ഇതാണ് മിൽക്കി കളറിന്റെ കാരണം. കേട്ടോ, അപ്പൊ CaCO3യും പിന്നെ എന്താ CaCO3യും H2Oയുമായിട്ട് മാറും. കണ്ടോ, ഇതാണ് മിൽക്കി ആവാനുള്ള കാരണം. ഇനി വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് കടന്നു പോവുകയാണ്. അപ്പോ CaCO3യും CO2വും പിന്നെ H2Oയും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ കാർബൺ ഡൈ ഓക്സൈഡ് കടന്നു പോയിട്ടോ. അന്നേരം അത് CaHCO3 ടോയ്സ് കാൽസ്യം ബൈകാർബണേറ്റ് ആയിട്ട് മാറുന്നു. എന്തായിട്ട് മാറുന്നു? കാൽസ്യം ബൈകാർബണേറ്റ് ആയിട്ട് മാറുന്നു. കേട്ടോ, കാൽസ്യം ബൈകാർബണേറ്റ് ആയിട്ട് മാറും. ഇത് കളർലെസ് ആണ്. കണ്ടോ, അതാണ് രണ്ടാമത്തെ കാര്യം. മിൽക്കി കളർ ഡിസപ്പിയർ ചെയ്യാനുള്ള കാരണം എന്താ? കാൽസ്യം ബൈകാർബണേറ്റ് കളർലെസ് ആയതുകൊണ്ടാണ്. അപ്പൊ ഹാർഡ് വാട്ടർ ആയി. ഇനി അതിന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലോ ഈ CaHCO3 ടോയ്സ് കാൽസ്യം ബൈകാർബണേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും കാൽസ്യം കാർബണേറ്റും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറും. വീണ്ടും കാൽസ്യം കാർബണേറ്റ് ഉണ്ടാവുന്നതുകൊണ്ട് മിൽക്കി കളർ വീണ്ടും റീഅപ്പിയർ ചെയ്യും. മനസ്സിലായില്ലേ? ഇതാണ് അതിന്റെ കെമിസ്ട്രി. അപ്പൊ കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടന്നു പോയാൽ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നു. കാൽസ്യം കാർബണേറ്റ് ആണ് മിൽക്കി കളർ തരുന്നത്. കാൽസ്യം ഇനി എഗെയിൻ അതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കടന്നു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നത്? കാൽസ്യം ബൈകാർബണേറ്റ് ആവും. അതാണ് കളർലെസ് ആയി മാറാനുള്ള കാരണം.
കളർലെസ് ആയ സൊല്യൂഷനെ ഹീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അത് കാൽസ്യം കാർബണേറ്റ് ആവും. അതാണ് മിൽക്കി കളർ റീഅപ്പിയർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ. 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഇനി ഇത് ചോദിച്ചിട്ടില്ല, എന്നാലും ബാക്കി 2 ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. KO2 ഈസ് പാരാമാഗ്നറ്റിക്. KO2 എന്തുകൊണ്ട് പാരാമാഗ്നറ്റിക് ആയിരുന്നു? ശ്രദ്ധിക്കുക, KO2 എന്ന് പറയുന്നത് K പ്ലസും O2 മൈനസുമാണ്. K പ്ലസും O2 മൈനസുമാണ്. ഇനി O2 മൈനസിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയേ. O2 മൈനസില് നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? O2 മൈനസ് ആണ്. O2 മോളില് മൈനസ്. O2 മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാ? O2 8 8 16 പ്ലസ് 1 വരുമ്പോൾ 17 ഇലക്ട്രോൺ ആണ്. കണ്ടാ? ഇതിന്റെ MO കോൺഫിഗറേഷൻ എഴുതി നോക്കാം. മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ നോക്കിയാൽ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2. കണ്ടാ? എത്രയായി? 8 ആയി. സിഗ്മ 2p z2 10 ആയി. പൈ 2p x ഈക്വൽ ടു പൈ 2p y, രണ്ടുപേരും 2 2. എത്രയായി? 14 ആയി. Then പൈ 2p x പൈ 2p y ട്ടോ. ഇനിയോ പൈ സ്റ്റാർ 2p x ഈക്വൽ ടു പൈ സ്റ്റാർ 2p y. കണ്ടാ? ഇനി എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഇവിടെ 2, ഇവിടെ 1. കണ്ടാ? ഇങ്ങനെ വരും. അപ്പോ ഈ പൈ സ്റ്റാർ 2p y ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ വരുന്നതുകൊണ്ടാണ് ഇതെന്തായത്? പാരാമാഗ്നറ്റിക് ആയത്. അപ്പൊ MO കോൺഫിഗറേഷൻ നോക്കി കഴിയുമ്പോൾ ഇതിലെ പൈ സ്റ്റാർ 2p y ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ എണ്ണി നോക്കിയോ? 2 4 6 8 10 12 14 16 1 17. കണ്ടാ? അപ്പൊ പൈ സ്റ്റാർ 2p y ഓർബിറ്റിൽ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് O2 മൈനസ് പാരാമാഗ്നറ്റിക് ആണ്. സോ KO2 ഈസ് പാരാമാഗ്നറ്റിക്. O2 മൈനസ് പാരാമാഗ്നറ്റിക് ആയതുകൊണ്ട് KO2 എന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. ക്ലിയർ ആയില്ലത്? 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ. സൊല്യൂഷൻസ് ഓഫ് ആൽക്കലി മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ ആർ ബ്ലൂ ഇൻ കളർ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതായത് ആൽക്കലി മെറ്റല് ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ കളർ വരും. എന്തുകൊണ്ട്? പറയാം. ആൽക്കലി മെറ്റല് സോഡിയം ആണെന്ന് കൂട്ടിക്കോ. എക്സാമ്പിൾ സോഡിയം എടുക്കുന്നു. ഇത് അയണൈസ് ചെയ്ത് Na പ്ലസും 1 ഇലക്ട്രോണുമായിട്ട് മാറുന്നു ലിക്വിഡ് അമോണിയ ചെന്ന് കഴിയുമ്പോൾ. ആൽക്കലി മെറ്റൽസ് ഡീകമ്പോസസ് ടു ഗിവ് അയോൺ ആൻഡ് 1 ഇലക്ട്രോൺ. ഇലക്ട്രോൺ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. The ion, cation and electron are solvated by ammonia. കാറ്റോണും ഇലക്ട്രോണും എന്ത് ചെയ്യുന്നു? അമോണിയ അതിനെ സോൾവേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ Na പ്ലസ് എന്ന് പറയുന്ന ആളുടെ ചുറ്റും വന്ന് അമോണിയ ഇങ്ങനെ എന്ത് ചെയ്യും? നിരന്ന് നിൽക്കും. കണ്ടാ? NS3 ഇങ്ങനെ വന്ന് മൂടി നിൽക്കും. NS3 ഇങ്ങനെ വന്ന് മൂടി നിൽക്കും. ഇതിലേക്ക് കണ്ടാ? ഇങ്ങനെ എന്ത് ചെയ്തു? മൂടി നിൽക്കാണ്. നമ്പർ കൃത്യമല്ല കേട്ടോ, ഇഷ്ടം പോലെ വരാം കേട്ടോ. ഞാൻ അവൈലബിൾ സ്പേസ് വെച്ചുകൊണ്ട് നിന്നുള്ളൂ. ഇത് ഇങ്ങനെ സോൾവേറ്റഡ് അല്ലെങ്കിൽ അമോണിയേറ്റഡ് കാറ്റോൺ ഉണ്ടാവും. അതുപോലെ തന്നെ ഇലക്ട്രോണിന് ചുറ്റും ഇതുപോലെ എന്ത് ചെയ്യും? അമോണിയ നിരന്നു വരും. ഇങ്ങനെയാണ് സോൾവേഷൻ. ഒരാൾ ലയിക്കുന്ന ഇങ്ങനെയാണ്. കണ്ടോ? അമോണിയ ഇങ്ങനെ നിരന്നു വരും. ഇതിലേക്ക് എന്ത് ചെയ്യും? കോർഡിനേറ്റ് ചെയ്യും. കണ്ടോ? ഇങ്ങനെ സോൾവേഷൻ ഉണ്ടാവും. ഈ സോൾവേഷൻ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ സോൾവേറ്റഡ് കാറ്റോണിന്റെയും സോൾവേറ്റഡ് ഇലക്ട്രോണിന്റെയും പ്രസൻസ് കൊണ്ടാണ് ഈ ബ്ലൂ കളർ വരുന്നത്. അപ്പൊ ബ്ലൂ കളർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സോൾവേറ്റഡ് കാറ്റോൺ ആൻഡ് സോൾവേറ്റഡ് ഇലക്ട്രോൺ. മെയിൻലി ഇവനാണ് കളർ കൊടുക്കുന്നത്. സോൾവേറ്റഡ് ഇലക്ട്രോൺ ആണ്. അപ്പോ ബ്ലൂ കളർ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ സോൾവേറ്റഡ് ഇലക്ട്രോണുകളുടെ പ്രസൻസ് കൊണ്ടാണ്. സോൾവേറ്റഡ് കാറ്റോണും സോൾവേറ്റഡ് ഇലക്ട്രോണും ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ബ്ലൂ കളർ വരുന്നത്. റീഡിയോ. ഇനി അപ്പൊ ഇതിന്റെ ഫോർമുല എഴുതി കഴിഞ്ഞാണെങ്കിൽ അറിയാണെങ്കിൽ ഇങ്ങനെയാ. NS3X ടൈംസ് അത്രയും പ്ലസ് എന്ന് പറയുന്ന കോംപ്ലക്സ് ആവും. ഇനി ഇലക്ട്രോൺ NS3Y ടൈംസ് മൈനസ് ആവും. കണ്ടോ? ഇങ്ങനെ ഏതാണ് ടെമ്പററി ആയിട്ടുള്ള 2 കോംപ്ലക്സുകൾ ഫോം ചെയ്യും. ഈ കോംപ്ലക്സുകളുടെ പ്രസൻസ് കൊണ്ടാണ് ഏത് കളർ വരുന്നത്? ഈ ബ്ലൂ കളർ വരുന്നത്. കണ്ട? ഈ NS3 ഒരു മൈനസ്. കണ്ട? ഇത് എത്ര കറക്റ്റ് ഇല്ല, അതുകൊണ്ട് Y എഴുതി മാത്രം. ഇനി അതുപോലെ ഏതാണ് എക്സ് എന്ന് എഴുതാനുള്ള കാരണം ഇഷ്ടം പോലെ അമോണിയ എത്ര ഒന്ന് മൂടുന്നത് കണക്കില്ല, അതുകൊണ്ട് എക്സ് എന്ന് എഴുതി. ഇത് വേറൊരു വേരിയബിൾ ആയതുകൊണ്ട് Y എഴുതി. മനസ്സിലായില്ലത്? അപ്പൊ ഇത് സോൾവേഷൻ ആണ്. ഇലക്ട്രോണിനെയും സോഡിയത്തെയും ആര് വന്ന് മൂടുന്നു? ഈ അമോണിയ വന്ന് മൂടുന്നത് കൊണ്ടാണ് എന്തുണ്ടായത്? ഇവിടെ ബ്ലൂ കളർ ഉണ്ടായത്. ഇനിയോ ഈ ബ്ലൂ കളറുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് കണ്ടക്ടിങ് ആയിരിക്കും, കറണ്ട് കടന്നു പോകും. The solution is conducting because of the presence of
ഫ്രീ ഇലക്ട്രോൺസ്. ഈ ഫ്രീ ഇലക്ട്രോൺ അല്ലെങ്കിൽ അമോണിയേറ്റഡ് ഇലക്ട്രോണിന്റെ പ്രസൻസ് കൊണ്ടാണ് ഈ സൊല്യൂഷനിലൂടെ കറണ്ട് കടന്നു പോകുന്നത്. അല്ലെങ്കിൽ അമോണിയയുടെ കറണ്ട് കടന്നു പോകില്ല, അമോണിയയിലൂടെ കറണ്ട് കടന്നു പോകില്ല. ഈ അമോണിയയിലൂടെ കറണ്ട് കടന്നു പോകാനുള്ള കാരണം ഈ സോൾവേറ്റഡ് ഇലക്ട്രോൺ ആണ്. കൂടാതെ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ബ്ലൂ കളറിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നല്ല റെഡ്യൂസിങ് ഏജന്റ് ആണ്, മറ്റുള്ളവർക്ക് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ആളാണ്. എന്തുകൊണ്ടാ? ഈ സോൾവേറ്റഡ് ഇലക്ട്രോണിന്റെ പ്രസൻസ് കൊണ്ട് അതെന്താണ്, നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ് ആ സൊല്യൂഷൻ. ക്ലിയർ? ഓർത്തിരിക്കുക, the blue colored solution is due to the blue color is due to the presence of ammoniated electron and ammoniated cation. Iniyo, the solution is a good conductor of electricity because of the presence of ammoniated electron. The solution acts as a good reducing agent because of the presence of ammoniated electron. ഈ കാരണങ്ങൾ കൊണ്ട് ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, ഓർത്തിരിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് alkali metals dissolves in liquid ammonia to give a blue colored solution? Because the alkali metals dissociates in ammonia to give monopositive cation and electron. The cation and electrons are solvated by ammonia. Due to the presence of solvated cation and solvated electron, ammonia, the color of the solution changes to blue. The solution is a good reducing agent due to the presence of ammoniated electrons. The solution is conducting due to the presence of ammoniated electron. ഇതൊക്കെ മാറി മാറി ചോദിക്കും കേട്ടോ, എന്തായാലും ഉറപ്പാണ്. അടുത്തത് മാച്ച് ദ ഫോളോവിംഗ് ആണ്. ക്യുക്ലൈം എന്നറിയപ്പെടുന്ന ആരാ? കാൽസ്യം ഓക്സൈഡ് ആണ്. ഓർത്തിരിക്കുക കേട്ടോ, ക്യുക്ലൈം ആരാണ്? കാൽസ്യം ഓക്സൈഡ് ആണ്. ക്യുക്ലൈം ആരാണ്? കാൽസ്യം ഓക്സൈഡിനെയാണ് ക്യുക്ലൈം എന്ന് വിളിക്കുക. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്ന ആളാരാ? ഞാനിപ്പോ പറഞ്ഞു, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് CaSO4 ½ എന്നാണ്. ചില ഏതാണ് എക്സാമുകളിൽ ഇങ്ങനെ എഴുതും, CaSO4 കേട്ടാ, CaSO4 എന്ന് എഴുതിയിട്ട് ടോയ്സ് H2O എന്ന് എഴുതിയാൽ ശരിയാണ്. കാരണം അത് ഹാഫ് അല്ലേ ഉള്ളൂ, രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ, ഇത് രണ്ടെണ്ണം, ഇതൊരു H2O കേട്ടാ, H2O. CaSO4 ടോയ്സ് H2O എന്നുകൂടി എഴുതാം. ക്ലിയർ? അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ CaSO4 ½ H2O ഉണ്ട്. അടുത്ത ബ്ലീച്ചിങ് പൗഡർ എന്നറിയപ്പെടുന്നത്, ബ്ലീച്ചിങ് പൗഡർ ഓർത്തിരിക്കുക കേട്ടോ, ബ്ലീച്ചിങ് പൗഡർ എന്നറിയപ്പെടുന്നത് കാൽസ്യം ഓക്സിക്ലോറൈഡ് ആണ്. CaOCl2 ആണ് ബ്ലീച്ചിങ് പൗഡർ. ഇവിടെ കൊടുത്തിട്ടുണ്ട് CaOCl2. അടുത്ത സ്ലേക്കഡ് ലൈം. സ്ലേക്കഡ് ലൈം എന്നറിയപ്പെടുന്നത് ആരാ? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. CaOH ടോയ്സ് ആണ് സ്ലേക്കഡ് ലൈം എന്നറിയപ്പെടുന്നത്. എവിടെയത്? CaOH ടോയ്സ് ആയിരുന്നു കേട്ടാ. ഇനി CaCO3 അറിയപ്പെടുന്നത് മാർബിൾ ആണ് കേട്ടാ. CaCO3 ഏതാണ്? മാർബിൾ ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, then next one. The reactivity of alkali metals towards air is different for different metals. എയറുമായിട്ടുള്ള റിയാക്ടിവിറ്റി ആൽക്കലി മെറ്റൽ ഡിഫറെന്റ് ആണ് പല ഓരോരുത്തരും. ഹൗ ഡു ആൽക്കലി മെറ്റൽസ് റിയാക്ട് വിത്ത് എയർ? ഓർത്തിരിക്കുക കേട്ടോ, ശരിക്കും ഫോക്കസ് ഏരിയയിലില്ല, എന്നാലും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇത് ലിഥിയം ആണെങ്കിൽ ലിഥിയം റിയാക്ട്സ് വിത്ത് എയർ ടു ഗീവ് Li2O എന്ന് വെച്ചാൽ മോണോക്സൈഡ് ഫോം ചെയ്യും. ലിഥിയം ഫോംസ് മോണോക്സൈഡ് ആണ്. എയറിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ലിഥിയം മോണോക്സൈഡുകൾ ഫോം ചെയ്തു, Li2O. അപ്പൊ ഇക്വേഷൻ ബാലൻസ് ചെയ്താലോ, 4Li plus O2 gives 2Li2O എന്നായിരിക്കും ബാലൻസ്ഡ് ഇക്വേഷൻ. ഇനി അതുപോലെ സോഡിയം ആണെങ്കിൽ സോഡിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ പെറോക്സൈഡ് ആണ് ഫോം ചെയ്യുക, Na2O2. എന്താ ഫോം ചെയ്യുന്നത്? പെറോക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ 2Na plus O2 gives Na2O2. അപ്പൊ ലിഥിയം ഫോംസ് മോണോക്സൈഡ്, സോഡിയം ഫോംസ് പെറോക്സൈഡ്. ഇനി പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഈ മൂന്ന് പേരും ഫോം ചെയ്യുന്നത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ഓക്സൈഡുകളാണ്. അപ്പൊ ഇതെന്താണ്? സൂപ്പർ ഓക്സൈഡ് ആണ് കേട്ടോ, സൂപ്പർ ഓക്സൈഡ്. ഇനി റുബീഡിയം ഇതുപോലെ തന്നെ എന്താണ്? RbO2 ആണ്. റുബീഡിയം സൂപ്പർ ഓക്സൈഡ് ആണ്. സീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ CsO2 ആണ്, സൂപ്പർ ഓക്സൈഡ് ആണ്. അപ്പൊ ഈ മൂന്ന് പേരും ഫോം ചെയ്യുന്ന സൂപ്പർ ഓക്സൈഡ് ആണ്. ഇതാണ് റിയാക്ടിവിറ്റി ഡിഫറെന്റ് ആണെന്ന് പറയാനുള്ള കാരണം. ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഡിഫറെന്റ് ആണെന്ന് പറയാൻ കാരണം. ലിഥിയം ഫോംസ് മോണോക്സൈഡ്, സോഡിയം ഫോംസ് പെറോക്സൈഡ്, വൈൽ പൊട്ടാസ്യം, റുബീഡിയം ആൻഡ് സീഷ്യം ഫോംസ് സൂപ്പർ ഓക്സൈഡ്സ്. ഇനി ഇതിലെ വ്യത്യാസം പറയാം. മോണോക്സൈഡില് ഓക്സിജൻ -2 സ്റ്റേറ്റിലായിരിക്കും, പെറോക്സൈഡിൽ ഓക്സിജൻ -1 സ്റ്റേറ്റിലായിരിക്കും, സൂപ്പർ ഓക്സൈഡിൽ ഓക്സിജൻ -½ സ്റ്റേറ്റിലായിരിക്കും. ഓക്സിജൻ സ്റ്റേറ്റിലാണ്, -½ സ്റ്റേറ്റിലാണ് സൂപ്പർ ഓക്സൈഡ്. ക്ലിയർ ആയില്ലേ?
ഇതാണ് ആൻസർ. ക്ലിയർ? ദെൻ അടുത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ് അറിയപ്പെടുന്ന പേരെന്താ? കാസ്റ്റിക് സോഡ എന്നാണ്. CaUSTic കോസ്റ്റിക് സോഡ അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത്. അൺഹൈഡ്രസ് കാൽസ്യം സൾഫേറ്റ്, അതായത് ഇങ്ങനെ പറയാം, ശ്രദ്ധിച്ചോട്ടോ, കാൽസ്യം സൾഫേറ്റ് CaSO4 2H2O, ഇതാണ് ജിപ്സം. ഇതാണ് ജിപ്സം. ഈ ജിപ്സത്തെ നമ്മള് 125 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്താൽ ഇത് CaSO4 ½ അഥവാ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിട്ട് മാറും. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിട്ട് മാറും. എന്നാൽ ഇതേ ജിപ്സത്തെ തന്നെ നമ്മള് 125 ഡിഗ്രി സെൽഷ്യസിന് പകരം ഒരു 375 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യാതിരിക്കട്ടെ, അത് CaSO4 മാത്രമാകും പ്ലസ് 2H2O എന്നാകും. അല്ല, അത് ടെമ്പറേച്ചർ സ്പെസിഫിക് ആണെന്ന് പറയുന്നത്. 125 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 390 കെൽവിൻ ആണെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാവും. 375 ഡിഗ്രി സെൽഷ്യസ് അപ്രോക്സിമേറ്റ്ലി 600 കെൽവിനിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിട്ട് മാറുന്നു? ഇത് അൺഹൈഡ്രസ് കാൽസ്യം സൾഫേറ്റ് ആയിട്ട് മാറുന്നു. ഇതിന് വിളിക്കുന്ന പേര് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്നാണ്. ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്നാണ്. ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. ഇതിന് പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ യാതൊരു ഗുണവും ഉണ്ടാവില്ല. ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്നറിയപ്പെടും. ക്ലിയർ? ഓർത്തിരിക്കുക, അൺഹൈഡ്രസ് കാൽസ്യം സൾഫേറ്റ് ഇതാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് ഇവിടെ ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. കണ്ടോ? ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് പറയും. ക്ലിയർ? അടുത്ത കാൽസ്യം ഹൈഡ്രോക്സൈഡ് പേരെന്നാ? കാൽസ്യം ഹൈഡ്രോക്സൈഡ് സ്ലേക്കഡ് ലൈം ആണ്. ഒന്നുണ്ടാവും കാൽസ്യം ഹൈഡ്രോക്സൈഡ് സ്ലേക്കഡ് ലൈം. സോഡിയം ബൈകാർബണേറ്റ് അറിയപ്പെടുന്ന പേര് ഞാൻ പറഞ്ഞു, ബേക്കിംഗ് സോഡ. സോഡിയം ബൈകാർബണേറ്റ് ബേക്കിംഗ് സോഡയാണ്. ക്ലിയർ? അടുത്തത് the metal present in the chlorophyll plants. പറഞ്ഞു chlorophyll of plants മഗ്നീഷ്യം ആണ്. കേട്ടോ? മഗ്നീഷ്യം ആണ് ക്ലോറോഫില്ലിൽ കാണപ്പെടുന്നത്. Give any two uses of caustic soda. കാസ്റ്റിക് സോഡയുടെ യൂസ് എന്താണെന്ന്. ഒന്നാമത്തെ യൂസ് ഏതൊരാളെയും വിളിക്കുന്ന പേര് നമുക്ക് പറയാം, ലബോറട്ടറി റിയേജന്റ് ആണ്. ലബോറട്ടറി റിയേജന്റ് ആണ് ആര്? കാസ്റ്റിക് സോഡ. അതായത് ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ യൂസ് ചെയ്യുന്ന ഒരു ലബോറട്ടറി റിയേജന്റ്, നമ്പർ 1 ലബോറട്ടറി റിയേജന്റ് ആണ് ആര്? കാസ്റ്റിക് സോഡ. രണ്ടാമത്തെ യൂസ് സോപ്പ് നിർമ്മാണത്തിലെ മെയിൻ ഘടകമാണ് ആര്? കാസ്റ്റിക് സോഡ. അതായത് ഓയിൽ അല്ലെങ്കിൽ ഫാറ്റിലേക്ക് NaOH ആഡ് ചെയ്താണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? സോപ്പ് ഉണ്ടാക്കുന്നത്. സോപ്പ് നിർമ്മാണത്തിൽ മെയിൻ ഘടകമാണ് ആര്? നമ്മുടെ കാസ്റ്റിക് സോഡ. വേറെ ഇനി മൂന്നാമത്തെ യൂസ് എന്ന് പറയുന്നത് ഗ്ലാസ് നിർമ്മാണം. കേട്ടോ? അതുപോലെ ഏതാണ്? പോളിമേഴ്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പോളിമറുകൾ, അതായത് നമ്മുടെ ഫൈബർ, നൈലോൺ പോലുള്ള, റയോൺ പോലുള്ള പോളിമേഴ്സ് നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. കേട്ടോ? ഓർത്തിരിക്കുക. നാലാമത്തത് മെറ്റലർജി. ചില മെറ്റലുകളെ നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റലർജി ആരെയാണെന്നറിയാമോ? അലൂമിനിയം പോലുള്ള മെറ്റൽസിനെ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ആര്? സോഡിയം ഹൈഡ്രോക്സൈഡ്. കണ്ടോ? ഇതേപോലെ അനേകം ഏതാണ് സോപ്പും അതുപോലെ ഗ്ലിസറോൾ എഴുതാം. സോപ്പും ഗ്ലിസറോളും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആര് യൂസ് ചെയ്യാം? നമ്മുടെ NaOH യൂസ് ചെയ്യാം. കണ്ടോ? ഇതേപോലെ ഒത്തിരി യൂസുകൾ NaOH. ഓക്കെ, ഇതാണ് യൂസ് ഓഫ് കാസ്റ്റിക് സോഡ. കാസ്റ്റിക് സോഡയാണ് ആര്? NaOH. മറക്കരുത് കേട്ടോ, NaOHന്റെ യൂസുകൾ. പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന യൂസ് ചെയ്താൽ ഇവിടെ 2 ചോദിച്ചുള്ളൂ, 4 ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. Alkali metals dissolve liquid ammonia to give blue colored solution. Why? Due to the presence of ammoniated cations and ammoniated electrons. Plaster of Paris is an important compound of calcium. Calcium is an important compound and plaster of Paris. Give the chemical formula of plaster of Paris. മൂന്നാം തവണയാണ് പറയുന്നത്. CaSO4 ½ എന്നോ or CaSO4 twice H2O എന്നോ പറയാം. ഇതാണ് plaster of Paris. Identify the property of plaster of Paris which helps in plastering of broken bones. Broken bones ne plaster ചെയ്യാൻ കയ്യോ കാലോ അല്ലെങ്കിൽ ഏതെങ്കിലും എല്ല് പൊട്ടോ ഒടിയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ബാൻഡേജ് ഇടാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? വാട്ടർ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്തായിട്ട് മാറുന്നു? ജിപ്സം ആയിട്ട് മാറുന്നു. ക്ലിയർ? എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസിലേക്ക് വാട്ടർ ആഡ് ചെയ്യാണ്. വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഇത് ജിപ്സം ആയിട്ട് മാറും. ക്ലിയർ? ഈ ജിപ്സം ആയിട്ട് മാറിക്കഴിയുമ്പോൾ ഇതിന്റെ വോളിയം ഇൻക്രീസസ്. വോളിയം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ? അപ്പൊ വോളിയം ഇൻക്രീസ് ചെയ്താൽ ഈ നമ്മുടെ സ്കിന്നിൽ ടൈറ്റ് ആയിട്ട് ഇരിക്കുകയില്ല, അല്പം എക്സ്പാൻഡ് ചെയ്തിരിക്കും. ക്ലിയർ? അപ്പോ എന്താണ്? ഫ്രീ ആയിട്ട് അതിനുള്ളിൽ കിടന്ന്
തിരിയാനൊന്നും പറ്റില്ലെങ്കിലും ഫ്രീ ആയിട്ട് സ്കിന്നിന് ഇരിക്കാൻ സാധിക്കും. അപ്പൊ ഇറിറ്റേഷൻ കുറയും. അപ്പൊ അതുകൊണ്ടാണ് ആ വോളിയം ഇൻക്രീസസ്. എങ്ങനെ വാട്ടർ ചേർത്ത് കഴിയുമ്പോൾ അതിന്റെ വോളിയം എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ആ പ്രോപ്പർട്ടിയാണ് ഇതിനെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് സ്റ്റാച്ചു നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ, ഓർത്തിരിക്കുക. ഇതാണ് സംഭവം. പ്ലാസ്റ്റർ ഓഫ് പാരീസിലേക്ക് വാട്ടർ ചേർത്ത് കഴിഞ്ഞാൽ ജിപ്സം ആയിട്ട് മാറും. ജിപ്സം ആയിട്ട് മാറി കഴിയുമ്പോൾ അതിന്റെ എന്ത് ചെയ്യും, വോളിയം ഇൻക്രീസ് ചെയ്യും. അതാണ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിരിക്കുന്നത്.